ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് ചക്കക്കുരു, മാങ്ങ, ചീരത്തണ്ട്, പിന്നെ മുരിങ്ങക്ക ഇതെല്ലാം കൂടിയിട്ട് തേങ്ങ അരച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചേ. മുരിങ്ങക്ക അടത്തിയില്ല, നേരം വെളുത്തിട്ടില്ല. നേരം വെളുത്തിട്ട് നമുക്ക് പറമ്പിലോട്ട് ഇറങ്ങി മുരിങ്ങക്ക അടത്താം. ചക്കക്കുരു നമ്മുടെ പ്ലാവിൽ ചക്ക ഉണ്ടായി, അതിൽ നിന്ന് കിട്ടിയ ചക്കക്കുരുവാണ് കേട്ടോ. ഒഴിച്ച് ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്ക എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ അമ്മ വെക്കായിരുന്നു. നാട്ടിലായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ച് വരണ്ടി മീൻ പൊരിച്ചതും കാണും. അതൊക്കെ കൂട്ടി ഒരു പിടിയങ്ങോട്ട് പിടിക്കും. ചക്കി ബേബി കാക്കയോടാണ് ബഹളം വയ്ക്കുന്നത് കേട്ടോ. ഞാൻ ചക്കക്കുരു പൊടിച്ചെടുക്കട്ടെ. ചീരയുടെ തണ്ട് ഇങ്ങനെ മുറിച്ചിട്ടാൽ മതി കേട്ടോ, ഇതങ്ങ് വേവില്ല. നല്ല ചീര അപ്പുറത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഒരു പുഴുക്കേടും ഇല്ലാത്ത നല്ല അടിപൊളി മാങ്ങ. നമുക്ക് നമ്മുടെ സ്വന്തം മാവിലെ മാങ്ങയാണ് കേട്ടോ. മാങ്ങ എങ്ങനെ ഇത് ഇങ്ങനെ ചക്കക്കുരു കുറവാണ്. നമുക്ക് ഒരു മുരിങ്ങക്ക അടുത്തിട്ടുണ്ട് വരാം. നേരം വെളുത്തിട്ടുണ്ട്. കണ്ട, ഞാൻ എല്ലാം അടുപ്പിലാണ് ഗ്യാസ് വയ്ക്കുന്നത്. കപ്പയാണ്, കപ്പ. ഒരു കഷ്ണം വിറകും കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നല്ല തീയാണ്, നല്ല ചൂട്. നിമിഷ നേരം കൊണ്ടെല്ലാം വെന്തെടുക്കും. അപ്പം നമുക്ക് പറമ്പിലോട്ട് ഗോ. ഇപ്പോൾ ചക്രം കണ്ട. വാ ഇറങ്ങി പറമ്പിപ്പം. ഒന്ന് രണ്ട് മഴകൾ കിട്ടിയപ്പോഴത്തേനും ഇവിടെയൊക്കെ കൂണ് നല്ലോണം കിളിക്കുന്ന, പക്ഷെ ഇപ്പോൾ ഇല്ല. കപ്പയ്ക്കൊക്കെ ചെറുതായിട്ട് ജീവൻ വെച്ച്, ചേമ്പൊക്കെ ജീവൻ വെച്ച് പറഞ്ഞുള്ളൂ. നമുക്ക് മുരിങ്ങക്ക അടുത്ത കണ്ട ഗൈസ്, മുരിങ്ങക്ക കിടക്കുന്നത്. പക്ഷെ വിളഞ്ഞൊന്നുമില്ല. ഇന്നലെ ഞാൻ രണ്ടെണ്ണം നടത്തി. വിളഞ്ഞതില്ല. അടി ഇത് വിളഞ്ഞില്ല.
അടുത്ത നല്ല നാടൻ മുരിങ്ങക്ക. മോളെ പോങ്ങട്ട് ഏഞ്ചൽ. കൂട്ടത്തിൽ നമ്മുടെ നാരങ്ങയും കൂടി ഒന്ന് കാണിച്ചേക്കാം കേട്ടോ. മഴ കിട്ടിയുണ്ട് അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് വലുതായി വരണം. മൊത്തം തൊഴിഞ്ഞു പോവായിരുന്നു. അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്, നമുക്ക് പോവാം. പുളിഞ്ചിക്ക ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ആർക്കും വേണ്ട. നമ്മുടെ കോവലിൽ കാവ് ഇഷ്ടം പോലെ ആയി വെക്കും. ഒരു ചക്കക്കുരു കറി വയ്ക്കാൻ പോയപ്പോൾ നാട്ടുവാർത്ത അറിഞ്ഞ്, പറമ്പിലെ വാർത്തകൾ അറിഞ്ഞ്. അപ്പം ഗൈസ് നമുക്ക് മുരിങ്ങക്ക സെറ്റാക്കി എടുക്കാം. എന്താ ഒരു സന്തോഷമല്ലേ സ്വന്തം മുരിങ്ങേന്ന് മുരിങ്ങക്ക ഒക്കെ അടുത്തെടുക്കാന്ന് പറയുന്നത്. ഒന്നും ആയില്ല, ഇത് മൂത്തിട്ടൊന്നുമില്ല. ഇത് നമ്മൾ ആവശ്യത്തിന് റെഡിയായി. ഇനി അത് വാഷ് ചെയ്ത് കപ്പ എന്തെങ്കിലും എടുത്തിട്ട് അതിലോട്ട് വയ്ക്കും. ഗൈസ്, ഇത്രയും പച്ചമുളക് ഇതിനകത്തോട്ട് അങ്ങോട്ട് കീറിയിടാം, എരിവിന് വേണ്ടി. അതിലൊരെണ്ണേ ഉള്ളൂ വിളഞ്ഞ്. പിന്നെ കീറിയിടാം. ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. ഇത്ര ഇട്ടിട്ട് നമുക്ക് വേവിക്കാം അടുപ്പത്ത് വെച്ച്. ഇനി ഇതിനുള്ള അരത്തിനുള്ള സാധനങ്ങൾ: കുറച്ച് തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അല്പം മല്ലിപ്പൊടി, ഒരു നുള്ള് ജീരകം, അത്രയും മതി. നമുക്കിത് അരച്ചെടുക്കാം. ഇത് ഗൈസ് അരച്ചിട്ടുണ്ട്. ഇനി അത് വെന്തിട്ട് അത് ഉടച്ചിട്ടൊക്കെ വേണം ചേർക്കാൻ. അപ്പം വെന്തിട്ട് നമുക്ക് കപ്പ അടുപ്പത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോഴത്തേനും നമുക്ക് ചീരയും കൂടെ തോരൻ വെക്കാൻ അരിയാം. നല്ല ചീര നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ ഉണ്ടായതാണ്. അപ്പോൾ അവർ പറിച്ച്
കൊണ്ടുവന്നപ്പം മാമി വാങ്ങിച്ച് തന്നത്. ഇത് നല്ലൊരു കത്തി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒടിഞ്ഞുപോയി. ഇത് ഫോറിൻ കത്തിയാ, പേരേ ഉള്ളൂ, മൂർച്ചയില്ല. അപ്പോൾ ഇത് അരിഞ്ഞ് റെഡിയാക്കട്ടെ. ഗൈസ്, അതെന്തില്ല, കുറച്ചുകൂടെ വറ്റിയിട്ട് നമുക്ക് അരപ്പൊഴിക്കാം. ഗൈസ്, നമുക്ക് അരപ്പ് അങ്ങോട്ട് ഒഴിക്കാം. കുറച്ചുകൂടെ വേഗം ഗൈസ്, നമ്മുടെ കറി ഇതാ. അങ്ങനെ അതിന് കടുക് വറുത്തതിന് ശകലം ഉലുവ ഇട്ടിട്ടുണ്ട്. ഉള്ളി കടുകെല്ലാം വറുത്താൻ പറ്റും.